നമസ്കാരം. 2026 വിഷുഫലം മകയിരം നക്ഷത്രം. 2026 വിഷുഫലം മകയിരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും എല്ലാ മേഖലകളിലും പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായിട്ട് വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിലെ സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭത്തിനും പഴയ ബാധ്യതകൾ തീർക്കാനുമുള്ള അനുകൂല സാഹചര്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ടോ പഠനപരമായിട്ടോ വിദേശയാത്രയ്ക്കും അനുകൂലമാണ്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെങ്കിൽ കൂടി മിഥുനക്കൂറുകാർ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. കുടുംബ ബന്ധങ്ങൾ പൊതുവെ സന്തോഷപ്രദമായിരിക്കും. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. മകയിരം നക്ഷത്രം ഇടവക്കൂറുകാർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തും അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്ക് ശനി 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തുമാണ്. മകയിരം നക്ഷത്രം ഇടവക്കൂറുകാർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. ഇത് ഭാഗ്യാനുഭവങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ തടസ്സപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു പുരോഗതി ഉണ്ടാകാനും തൊഴിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനയ്ക്കുമെല്ലാം സാധ്യത കാണിക്കുന്നു. അതുപോലെ സംസാരത്തിൽ മിതത്വം പാലിക്കുക. മകയിരം നക്ഷത്രം മിഥുനക്കൂറുകാർക്ക് ശനി 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തായതിനാൽ കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു സമയമാണ്. ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ വരവ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവ് വർദ്ധിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. വസ്തുവോ വാഹനമോ വാങ്ങാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. മേലുദ്യോഗസ്ഥരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുക. വ്യാഴത്തിന്റെ അനുഗ്രഹം മകയിര നക്ഷത്രക്കാർക്ക് ആശ്വാസമാകും. എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടപ്പിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. രാഹു കേതു മാറ്റം, യാത്രകളിൽ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ വിദേശയാത്ര അനുകൂല വാർത്ത കേൾക്കാനുള്ള ഒരു സാധ്യതയും കാണും. മകയിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഉയർന്ന ബുദ്ധിശക്തിയുള്ളവരും സാമർഥ്യക്കാരും വാക്ചാതുര്യമുള്ളവരും ആയിരിക്കും. മകയിര നക്ഷത്രക്കാര് എല്ലാ കാര്യങ്ങളും വളരെ ഉത്സാഹത്തോടും യാതൊരു മടി കൂടാതെയും എല്ലാ കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ബാല്യവും തന്നെ യൗവനവും വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. എങ്കിൽ കൂടി ഇവരുടെ വിവാഹശേഷം ഇവർക്ക് സൗഭാഗ്യവും ഐശ്വര്യവും വന്ന് ഭവിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും ഫലങ്ങൾ യഥാസമയം ഇവർക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും. ഈ നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളായിരിക്കും. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ചെയ്യുന്ന ഈ കൂട്ടരില് ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചെറിയൊരു കലഹ സ്വഭാവം. മറ്റുള്ളവരുടെ മുഖത്തടിച്ചതുപോലെ സംസാരിക്കുക, ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക, അത് ഇവരിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. അത് ചിലപ്പോൾ ചില നേരങ്ങളിൽ ഇവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ചെറിയ വിരോധികളെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. മകയിര നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ആഭരണങ്ങളിലും അതുപോലെ തന്നെ അലങ്കാരങ്ങളിലും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ സാമർഥ്യമുള്ളവരായിരിക്കും. സ്ത്രീകൾ പൊതുവെ സുന്ദരികളായിരിക്കും. മകയിര നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷന്മാർ പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതിയായിരിക്കും. എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ഇവർക്ക്. പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും, അതുപോലെ തന്നെ തണിക്കുകയും ചെയ്യും. ദേവഗണത്തിൽപ്പെട്ട മകയിര നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 9 ഇടവക്കൂറുകാർക്ക് 6 മിഥുനക്കൂറുകാർക്ക് 5 ഭാഗ്യ നമ്പറുകളാണ്. അതുപോലെ തന്നെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ചൊവ്വയാണ്. പിന്നെ ഇടവക്കൂറുകാർക്ക് വെള്ളിയും മിഥുനക്കൂറുകാർക്ക് ബുധനും ഭാഗ്യ ദിവസങ്ങളാണ്. ഭാഗ്യ നിറം ചുവപ്പ് വെള്ള, ഒഴിവാക്കേണ്ട നിറം കറുപ്പ് കടുന്നീല. ഇഷ്ടദൈവം ചന്ദ്രദേവൻ, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി. ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രവൃക്ഷം കരിങ്ങാലിയാണ്. വീടിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് കരിങ്ങാലി നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും നക്ഷത്ര ദോഷം അകറ്റാൻ ഉത്തമമാണ്. പോകേണ്ടുന്ന ക്ഷേത്രങ്ങൾ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, പത്മനാഭ സ്വാമി ക്ഷേത്രം, പളനി മുരുകസ്വാമി ക്ഷേത്രം. 2026 വിഷുഫലം മകയിര നക്ഷത്രക്കാർക്ക് പൊതുവിൽ നേട്ടങ്ങളുടെ കാലമാണെങ്കിൽ കൂടി ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സംസാരത്തിൽ മിതത്വം പാലിക്കുക. ദോഷപരിഹാരത്തിനായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുക. തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഉപകരിക്കും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നേട്ടങ്ങൾ ഉണ്ടാക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.